ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് സ്ക്രിപ്റ്റിലെ ടൈപ്പ് എന്ന് പറയുന്ന വേരിയന്റിനെ കുറിച്ചാണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻ ടൈപ്പ് സ്ക്രിപ്റ്റ് അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ VS കോഡിലോട്ടൊന്നും എടുത്ത് നോക്കിയിട്ടില്ല. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ കമ്പൈലർ എടുത്താൽ മതിയാവും നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ഞാനിവിടെ സെറ്റ് ചെയ്യുന്നില്ല. ഞാനിവിടെ എടുത്തേക്കുന്ന ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് എന്ന typescriptlang.org-ലെ ഓൺലൈൻ കമ്പൈലറാണ്. അപ്പോൾ ആ ഓൺലൈൻ കമ്പൈലറിനകത്ത് ആദ്യം ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്താണ് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടൈപ്ഡ് ജാവാസ്ക്രിപ്റ്റിനെയാണ് നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റിനകത്ത് കേസ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. നമ്മൾ ലെറ്റ് a ഈക്വൽ ടു 20 എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ തന്നെ a ഈക്വൽ ടു ഹലോ എന്ന് എഴുതാൻ ടൈപ്പ് സ്ക്രിപ്റ്റ് സമ്മതിക്കില്ലെങ്കിലും ജാവാസ്ക്രിപ്റ്റിൽ അത് വാലിഡ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ടൈപ്പ് സ്ക്രിപ്റ്റിൽ നമുക്ക് ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് എനി എന്ന് പറയുന്ന ടൈപ്പാണ്. പക്ഷേ എനിയിലൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ടൈപ്പ് സ്ക്രിപ്റ്റിലെ ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. ആദ്യത്തേന്ന് പറയുന്നത് സ്ട്രിംഗ് എന്ന് പറയുന്നതാണ് പ്രിമിറ്റീവ് ടൈപ്പ്. സ്ട്രിംഗ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ടൈപ്പാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സ്ട്രിംഗ് a ഈക്വൽ ടു ഹലോ എന്ന് നമ്മളിവിടെ എഴുതി കഴിഞ്ഞാൽ അത് let a കോളൻ സ്ട്രിംഗ് ഈക്വൽ ടു ഹലോ എന്ന് എഴുതുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ മേളിൽ ഹലോ കൊടുക്കാത്തത് എന്തിനാണ് മേളിൽ ഇവിടെ എയുടെ ഇപ്പുറത്ത് ഞാൻ കോളൻ സ്ട്രിംഗ് എന്ന് എഴുതാതിരുന്നത് എന്നതിൻ്റെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. കാരണം ടൈപ്പ് സ്ക്രിപ്റ്റിൽ ടൈപ്പ് ബൈ ഇൻഫറൻസ് എന്നൊരു സംഭവമുണ്ട്. നമ്മൾ a ഈക്വൽ ടു സംതിങ് എന്ന് കൊടുക്കുമ്പോൾ ഞാനിവിടെ കൺസോൾ ലോഗ് ഓഫ് ടൈപ്പ് ഓഫ് a എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. നമുക്ക് എന്താണ് കൺസോൾ ലോഗിൽ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ, റൺ ചെയ്യട്ടെ. സ്ട്രിംഗ് ആണ് നമുക്ക് വരുന്നത്. കാരണം a ഈക്വൽ ടു ഹലോ എന്ന് പറയുമ്പം ഹലോയുടെ ടൈപ്പ് സ്ട്രിംഗ് ആണ്. അതായത് നമ്മൾ ഇൻവേർട്സിനകത്ത് എന്ത് കൊടുത്താലും അതൊരു സ്ട്രിംഗ് വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇൻവേർട്സിനകത്ത് നമ്പർ കൊടുത്താലും അത് സ്ട്രിംഗ് ആയിട്ട് തന്നെ എടുക്കുള്ളൂ. അതിനെ a ഈക്വൽ ടു വിത്തിൻ സംതിങ് വിത്തിൻ ഇൻവേർട്ടഡ് കോമ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ടൈപ്പ് സ്ക്രിപ്റ്റ് എയുടെ ടൈപ്പിനെ അതിലോട്ട് അസൈൻ ചെയ്ത വാല്യൂയുടെ ടൈപ്പിൽ നിന്നും ഇൻഫർ ചെയ്തെടുക്കും അല്ലെങ്കിൽ ഗസ് ചെയ്തെടുക്കും. പിന്നെ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ, ലെറ്റ് ബി കോളൻ സ്ട്രിംഗ് എന്ന് എഴുതുവാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. ഞാനിവിടെ കൺസോൾ ലോഗ് ഓഫ് ടൈപ്പ് ഓഫ് ബി എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം റൺ ചെയ്യാണ്. എ മാറ്റിയിട്ട് അവിടെ അൺഡിഫൈൻഡ് എന്നാണ് പറയുന്നത്. കാരണം ഞാൻ ഇവിടെ വാല്യൂ ഒന്നും അസൈൻ ചെയ്യാത്തതുകൊണ്ടാണ് അൺഡിഫൈൻഡ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ബി എന്ന് പറയുന്നത് ബി ഈസ് യൂസ് ബിഫോർ ഇറ്റ് ഈസ് ബീങ് അസൈൻഡ്. അസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അൺഡിഫൈൻഡ് എന്നേ വരത്തുള്ളൂ. ഞാനിവിടെ താഴെ വന്ന് ബി ഈക്വൽ ടു 12 എന്ന് പറഞ്ഞു കൊടുക്കുകയെന്ന് വെച്ചോ, എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു തരാം. b ഈക്വൽ ടു 12 എന്ന് പറഞ്ഞു കൊടുത്താൽ അവിടെ ഒരു എറർ വന്ന് കിടക്കുന്നു. ദ ടൈപ്പ് നമ്പർ ഈസ് നോട്ട് അസൈനബിൾ ടു ദ ടൈപ്പ് സ്ട്രിംഗ്. അതിൻ്റെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. നമ്മൾ ലെറ്റ് ബി കോളൻ സ്ട്രിംഗ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റിനോട് നമ്മൾ പറയാണ്, ടൈപ്പ് സ്ക്രിപ്റ്റെ നോക്കിക്കോളാം, ഈ ബി എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് വേരിയബിൾ ആണ്. ഇതിലോട്ട് വേറെ വേരിയബിൾ ഒന്നും അസൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. വേറെ ടൈപ്പ് വേരിയബിൾസ് ഒന്നും വാല്യൂസ് ഒന്നും അസൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ലെറ്റ് സ്ട്രിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്താണ് ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് ടൈപ്പ് എന്താണെന്നുള്ളതും അതുപോലെ സ്ട്രിങ്ങിലോട്ട് നമ്മൾ സ്ട്രിംഗ് എന്താണെന്ന് പറഞ്ഞ് കൊടുക്കാമെന്നുള്ളതും എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളുടെ വാല്യൂ കൊടുത്തപ്പോൾ അത് മാറി സ്ട്രിംഗ് ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്പറാണ്. നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും
1 to 0 നമുക്കറിയാം നമ്പർ ന്യൂമറിക് നമ്പർ തന്നെയാണ് നമ്പർ എന്ന് പറയുന്നത്. ലെറ്റ് എക്സ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അതിനുശേഷം താഴെ വന്നിട്ട് കൺസോൾ ലോഗിൽ ഞാൻ ടൈപ്പ് ഓഫ് എക്സ് അടിക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് ഇൻഫർ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്പർ. അപ്പം ഈ എക്സ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും. ലെറ്റ് വൈ കോളൻ നമ്പർ കൊടുത്തിട്ട് y ഈക്വൽ ടു എക്സ് സ്റ്റാർ 2 കൺസോൾ ലോഗ് ടൈപ്പ് ഓഫ് y. അത് റൺ ചെയ്തു. ഇത് റൺ ചെയ്യുമ്പോൾ അവിടെ വരുന്ന വാല്യൂ നമ്പർ ആണ്. ഇത് നമുക്ക് സ്ട്രിങ് മനസ്സിലായി, നമ്പർ മനസ്സിലായി. ഇനി മൂന്നാം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൂളിയൻ ആണ്. ബൂളിയന് 2 വാല്യൂ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രൂ ഓർ ഫാൾസ്. അപ്പം അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെടുക്കാം, ലെറ്റ് ആൻസർ ഈക്വൽ ടു ANS ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ടൈപ്പ് ഓഫ് ANS എന്ന് കൊടുത്തു. ഇവിടുത്തെ ഡേറ്റ ക്ലിയർ ചെയ്തു ആൻഡ് ഐ എം റണ്ണിങ്. എനിക്ക് കിട്ടുന്നത് ബൂളിയൻ എന്നാണ്. അപ്പം ട്രൂവോ ഫോൾസോ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻഫർ ചെയ്യുന്ന ടൈപ്പ് ബൂളിയൻ ആണ്. ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ, ലെറ്റ് ക്വസ്റ്റ്യൻ ഇസ് ഈക്വൽ ടു നെഗേഷൻ ആൻസർ. ക്വസ്റ്റ്യൻ കൂലൻ ബൂളിയൻ ഞാൻ കൊടുത്തു. ഇനി നമ്മളിവിടോട്ട് എന്ത് അസൈൻ ചെയ്ത് കൊടുത്താലും, അപ്പം ഞാൻ Q ഈക്വൽ ടു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വാല്യൂഡ് അവിടെ നമുക്ക് കമ്പാലീഷൻ എറർ കിട്ടും. നമ്പർ ഇസ് നോട്ട് അസൈനബിൾ ടു ബൂളിയൻ എന്ന് പറഞ്ഞിട്ട്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നെഗേഷൻ ANS കൺസോൾ ലോഗ് ഓഫ് ടൈപ്പ് ഓഫ് Q. ക്ലിയർ ചെയ്തു, റൺ ചെയ്തു. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് 3 നമ്മളിവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് മൂന്നും നമ്മൾ അറിയുന്ന എല്ലാ ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റിലെയും ടൈപ്പ്സ്ക്രിപ്റ്റിലെയും ബേസിക് ആയിട്ടുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള എവറിഡേ ഡേറ്റ ടൈപ്സ് ആണ് സ്ട്രിംഗ്, നമ്പർ, ബൂളിയൻ എന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത വരുന്ന വീഡിയോസിൽ കവർ ചെയ്യാൻ പോകുന്നത് അറേസ്, എനി, ഈനം, അൺനോൺ, ബിഗ് ഇൻറ്റ്, അങ്ങനത്തെ ഉള്ള കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാൽ സിമ്പിൾ ആണ് എന്ന് പറയുന്ന കുറച്ച് ടൈപ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് സ്ക്രിപ്റ്റിനെ കുറച്ചുകൂടെ ഉള്ള വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിലുള്ളിൽ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക.